പ്രതികൾ രക്ഷപ്പെടും. കോടതിക്ക് മുന്നിൽ മന്ത്രി കെ മുരളീധരൻ തുറന്നു പറയുന്നതാണിത്. കോടതിയുടെ മാത്രം മേൽനോട്ടത്തിൽ മുന്നോട്ട് പോയ ശബരിമല കൊള്ള ഇപ്പോൾ ആകെ സ്തംഭിച്ചു നിൽക്കുകയാണ്. വളരെ രാഷ്ട്രീയ സാമുദായിക കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസ് ഇപ്പോൾ എന്തായി എന്ന് ജനം UDF സർക്കാരിനോട് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് കൈമലർത്താൻ മാത്രമേ പറ്റുന്നുള്ളൂ എന്നാണ് മുരളീധരൻ പറയുന്നത്. അതുകൊണ്ട് ഒന്നെങ്കിൽ സർക്കാരിന് ഈ കേസിൽ അല്പം സ്വാതന്ത്ര്യം വേണം, അല്ലെങ്കിൽ കേസ് കൃത്യമായി ചാർജ് ഷീറ്റൊക്കെ വാങ്ങി എത്ര വമ്പൻ സ്രാവുകളാണ് പ്രതികളെങ്കിലും പിടിക്കണം. ഇത് തന്നെയാണ് മുരളീധരൻ കോടതിയോട് ആവർത്തിച്ചാവശ്യപ്പെടുന്നത്. ഈ UDF സർക്കാർ വന്നതിനു ശേഷം സുകുമാരക്കുറുപ്പടക്കമുള്ള സകല കേസുകളും കുത്തിപ്പൊക്കി അന്വേഷണത്തിലേക്ക് നീങ്ങുമ്പോൾ ശബരിമല കൊള്ള മാത്രം എങ്ങുമെത്താതെ പോവുകയാണ്. ഭക്തലക്ഷങ്ങളുടെ വികാരത്തെയും വിശ്വാസത്തെയും ചൂഷണം ചെയ്ത ഈ വൻ കൊള്ളയിൽ പ്രതികൾ നിയമത്തിന്റെ കണ്ണുവെട്ടിച്ച് രക്ഷപ്പെടുമോ എന്ന ആശങ്കയാണ് ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി കൂടിയായ മുരളീധരൻ പങ്കുവെക്കുന്നത്. ഒരു വശത്ത് ക്ഷേത്രങ്ങളിലെ പൂവ് മാറ്റുന്നതും വരി നിൽക്കുന്നതും വരെയുള്ള ചെറിയ ചെറിയ ആചാരങ്ങളിൽ പോലും കോടതിക്ക് നേരിട്ട് ഇടപെടുകയും നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുമ്പോൾ, മറുവശത്ത് കോടതിയുടെ സാമ്പത്തിക ക്രമക്കേട് നടന്ന ഈ കേസിന്റെ പ്രത്യേക അന്വേഷണ റിപ്പോർട്ട് എങ്ങുമെത്താതെ നീണ്ടുപോവുകയാണ്. ഇപ്പോഴത്തെ തലമുറ കഴിഞ്ഞാലും ഈ അന്വേഷണം അവസാനിക്കില്ലേ എന്ന് ഇതുകൊണ്ടൊക്കെയാണ് മന്ത്രി ചോദിക്കേണ്ടി വരുന്നത്. നിലവിലെ സാഹചര്യത്തിൽ സർക്കാരിനോ ദേവസ്വം ബോർഡിനോ ഈ അന്വേഷണത്തിൽ ഇടപെടാനോ ചോദ്യം ചെയ്യാനോ ഉള്ള യാതൊരു അവകാശവുമില്ല എന്നുള്ളതാണ് ഭരണകൂടത്തെ പ്രതിസന്ധിയിലാക്കുന്നത്. ജനങ്ങളോട് മറുപടി പറയേണ്ട ബാധ്യതയുള്ള ഒരു ജനാധിപത്യ സർക്കാരിന്റെ കൈകൾ കോടതി കെട്ടിയിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ടൊക്കെ തന്നെ നിയമസഭയ്ക്ക് അകത്തുള്ള തന്റെ പ്രത്യേക അവകാശം വിനിയോഗിക്കുമെന്നും മന്ത്രി ഈ വിഷയത്തിൽ അതീവ ഗൗരവത്തോടെ ജനങ്ങൾക്ക് മുമ്പിൽ പങ്കുവെക്കുന്നുണ്ട്. കാരണം എന്താണ്? പുറത്തു പറഞ്ഞാൽ ജനാധിപത്യപരമായ ചർച്ചകൾക്ക് പകരം കോടതി അലക്ഷ്യ നടപടികൾ ഉണ്ടായേക്കാമോ എന്നാണ് മന്ത്രിയുടെ മറ്റൊരു ചോദ്യം. അഴിമതിക്കാരെയും കൊള്ളക്കാരെയും വിളിച്ചെത്തു കൊണ്ടുവരാൻ ഈ UDF സർക്കാർ പ്രതിജ്ഞാബദ്ധരാണ് എന്നും മുരളീധരൻ പറയുന്നുണ്ട്. പക്ഷേ അതിന് നീതിന്യായ വ്യവസ്ഥയുടെ ഭാഗത്തു നിന്നും അടിയന്തരമായ ഇടപെടൽ ഉണ്ടായേ തീരൂ. ഈ കേസ് കൃത്യമായ ഒരു വഴിത്തിരിവിൽ എത്തിക്കാനും വമ്പൻ സ്രാവുകളെ വലയിലാക്കാനും കോടതി തയ്യാറായില്ലെങ്കിൽ അത് ജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമാകും. ഈ രാഷ്ട്രീയ കൊടുങ്കാറ്റിൽ വരും ദിവസങ്ങളിൽ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന എന്ത് നിലപാടാണ് ഉണ്ടാവുക എന്ന് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. എങ്കിലും മുരളീധരൻ പറഞ്ഞതിൽ ചില കാര്യങ്ങളുണ്ട്. കാരണം ജനങ്ങൾ ചോദിക്കുന്നത് സർക്കാരിനോടാണ്. പക്ഷെ ആ സർക്കാരിന് അല്പമെങ്കിലും സ്വാതന്ത്ര്യം ഈ വിഷയത്തിൽ ഇല്ലെങ്കിൽ ഈ കേസ് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്.